Good afternoon all. എല്ലാവർക്കും Entri Technical YouTube ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് രാവിലെ നടന്ന ട്രേഡ്സ്മാൻ സർവേ അതുപോലെ തന്നെ സർവേ ഗ്രേഡ് 2 ഹൈഡ്രോളജി ഡിപ്പാർട്ട്മെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം അതായത് സർവേയർ പോസ്റ്റ് ആയതുകൊണ്ടും അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ സർവേ ആയതുകൊണ്ടും നമുക്കറിയാം സർവേ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് അറിയാം. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ സർവേ ഒരുവിധം നന്നായി നോക്കിയിട്ടുള്ള കുട്ടികൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പേപ്പറാണ്. ബാക്കി എല്ലാ ടോപ്പിക്സ് എടുത്തു കഴിഞ്ഞാലും വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ എടുത്തു കഴിഞ്ഞാലും ഇറിഗേഷൻ എടുത്താലും അതുപോലെ തന്നെ നമ്മുടെ റോഡ് എഞ്ചിനീയറിംഗ് ഹൈവേ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാലും ഒക്കെ അതിനകത്ത് സിലബസിൽ മെൻഷൻ ചെയ്ത് നെയിം സേക്കിന് വേണ്ടി 1-2 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ മെജോറിറ്റി സർവേയിങ്ങിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ സർവേയർ പോസ്റ്റിലേക്ക് നമ്മൾ ഇനിയും പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സർവേ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് ഒഴിവാക്കി ഒരിക്കലും പ്രിപ്പയർ ചെയ്യരുത്. എപ്പോഴും സർവേക്ക് വെയിറ്റേജ് കൊടുത്ത് തന്നെ പഠിക്കാം. ബാക്കി സബ്ജക്ട്സ് വേണ്ട എന്നല്ല, ബാക്കി സബ്ജക്ട്സ് നോക്കണം. പക്ഷെ എന്നാലും അത് നെയിം സേക്കിന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓട്ടോ ക്യാഡിന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതും ഓട്ടോ ക്യാഡിന് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡയറക്ട്ലി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറക്ട്ലി നമ്മൾ മുന്നേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളതായിട്ടും നമ്മൾ പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിൽ വന്നിട്ടുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. സോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. പ്രൊഫഷണൽ ആൻസർ കീ കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ക്ലാരിഫിക്കേഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഫൈനൽ ആൻസർ കീയുടെ ഒരു ടൈം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും നമുക്കിപ്പോൾ ഒരു നോളജ് വെച്ചിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള പേപ്പർ അല്ല. സ്റ്റിൽ നമ്മളെല്ലാം പഠിച്ചിട്ട് പോയവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ പ്രോബ്ലംസ് ഒക്കെ നമുക്കിപ്പോൾ നോക്കുവാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ കോമ്പസ് സർവേയിൽ നിന്നുള്ള പ്രോബ്ലംസ് അതുപോലെ ലെവലിംഗ് ഒരു സിമ്പിൾ പ്രോബ്ലം ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം അല്ലേ. സോ വി ലുക്ക് ടു ദ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്നാണ് ആദ്യത്തെ 2 ക്വസ്റ്റ്യനും വന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കോമൺലി എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ സ്റ്റാൻഡേർഡ് കോഡ് ദാറ്റ് സ്പെസിഫൈസ് ദ സൈസസ് ആൻഡ് ലേഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റ്? നമുക്കറിയാം ഡ്രോയിങ് ഷീറ്റ് A0 മുതൽ A4 വരെ ഉണ്ട്. അപ്പൊ ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് മെൻഷൻ ചെയ്യുന്ന കോഡ് ഏതാണെന്നാണ് നമുക്കറിയാം. ഇത് റിവൈസ്ഡ് ആണ്, പക്ഷെ നമുക്ക് ഓപ്ഷൻ വെച്ചിട്ട് എന്ത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ? IS 10711 1983 ഓപ്ഷൻ C ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇതാണ് നമുക്ക് നമ്മുടെ ലേ ഔട്ടും അതുപോലെ തന്നെ ഓരോ ഡ്രോയിങ് ഷീറ്റിന്റെ സൈസും തരുന്ന കോഡ്. Then next question, which is the ratio of drawing sheet in width to length? നമ്മുടെ ഡ്രോയിങ് ഷീറ്റിന്റെ വിഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ, വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് സിംപ്ലി നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. എന്താണ് ആൻസർ? ഓപ്ഷൻ A 1:√2 ആണ്. 1:√2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വാട്ട് ഇസ് ദ ഡെസിഗ്നേഷൻ ഓഫ് 297/420 mm സൈസ് പേപ്പർ ആസ് പെർ BIS? BISന്റെ സ്റ്റാൻഡേർഡ് പ്രകാരം 297/420 mm സൈസ് വരുന്ന പേപ്പറിനെ നമ്മൾ എന്ത് ഡെസിഗ്നേഷൻ കൊടുക്കുന്നു? A1, A2, A3, A4. വീണ്ടും നമ്മുടെ ഡ്രോയിങ് ഷീറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം A3 സൈസിന്റെ പേപ്പർ സൈസ് ആണ് 297/420 mm. സോ നമ്മുടെ ആൻസർ എന്താ വരിക? ഓപ്ഷൻ C ആണ് വരിക, A3. ഓക്കെ, ദെൻ ഹാച്ചിങ് ലൈൻ ഷുഡ് ബി ഡ്രോൺ അറ്റ് ആൻ ആംഗിൾ ഓഫ്. ഹാച്ചിങ് ലൈൻ ഒക്കെ പഠിക്കണം, ലൈൻസ് ഒക്കെ പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഓപ്ഷൻ B 45 ഡിഗ്രി ആണ്. 45 ഡിഗ്രി ആണ് നമ്മൾ ഹാച്ച് ചെയ്ത് കൊടുക്കുക അല്ലേ ഇങ്ങനെ. ഓക്കെ, ദെൻ ഹൈറ്റ് ഓഫ് ലെറ്ററിംഗ് യൂസ് ഇൻ സബ് ടൈറ്റിൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്ററിംഗ് വരുമ്പോഴത്തേക്ക് ഹൈറ്റ് സ്പെസിഫൈ ചെയ്ത് പറയണം. ബിക്കോസ് നമുക്കറിയാം ലെറ്ററിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏക തിങ് എന്താണ്? ഹൈറ്റ് മാത്രമാണ്. സോ നമുക്ക് ആൻസർ വരിക 3 to 6 mm ആണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻസ് ഫ്രം ഔട്ട്ലൈൻ ആൻഡ് ഡയമെൻഷൻ ലൈൻ ഇൻ എ ഡ്രോയിങ്. ഔട്ട്ലൈനും ഡയമെൻഷൻ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഒരു പുതിയ ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. 8 to 10 mm ആണ് ഓപ്ഷൻ B. അതായത് റീസെന്റ് ഒന്നും നമ്മൾ ചോദിച്ച് കണ്ടിട്ടില്ല. സോ ഓപ്ഷൻ B ആണ്. Then 7th question, what is the formula for calculating the maximum length of the scale? ഒരു സ്കെയിലിന്റെ മാക്സിമം ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്താണെന്നുള്ളതാണ്. അപ്പൊ എന്താ വരിക? നമുക്ക് മാക്സിമം ലെങ്ത് ടു ബി മെഷേർഡ് ഇൻറ്റു റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആണ്. എന്തായാലും റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷന്റെ ഡിവിഷൻ വരുന്ന 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. സോ മാക്സിമം ലെങ്ത് മിനിമം ലെങ്ത് ആണോ എന്നുള്ള കാര്യം നമുക്ക് സിമ്പിൾ ആയിട്ട് മാക്സിമം ലെങ്ത് ടു ബി മെഷേർഡ് ഇൻറ്റു റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, കഴിഞ്ഞ ഒരു എക്സാമിനും ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. വാട്ട് ഇസ് ദ മെഷർ ഓഫ് ഈച്ച് ഇന്റേണൽ ആംഗിൾ ഓഫ് എ റെഗുലർ പെന്റഗൺ? റെഗുലർ പെന്റഗണിന്റെ എല്ലാ ആംഗിളും സെയിം ആയിരിക്കും, 5 ആംഗിൾസ് ആണ് ഉണ്ടാവുക. സോ വാട്ട് ഇസ് ദ മെഷർ ഓഫ് ഈച്ച് ഇന്റേണൽ ആംഗിൾ? നമ്മൾ ഇനി ചെയ്ത് നോക്കാതെ തന്നെ ആൻസർ എഴുതണം. എത്രയാണ്? 108 ഡിഗ്രി അഥവാ 108 ഡിഗ്രി ആണ്. 540 എന്ന് പറയുന്നത് സമ്മ വരിക.
അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുത്താൽ മതി. 540 എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം ഓഫ് ഓൾ ആംഗിൾസ് വരും ഓപ്ഷനെ. അത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 108 ഡിഗ്രി. ഓപ്ഷൻ ബി എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ ആണ്. Which of the following conics have eccentricity as unity? Eccentricity E is equal to 1 വരുന്ന കോണിക് സെക്ഷൻ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡൗട്ട് വല്ലതും വേണം ഇതിന് ആൻസർ? ഓപ്ഷൻ ബി പരാബോളയാണ്. പരാബോളയ്ക്കാണ് എസെൻട്രിസിറ്റി 1 ആയിട്ട് വരാം. പ്രൊജക്ഷൻ, അടുത്ത ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ. പ്രൊജക്ഷൻ ഓഫ് എ പോയിന്റ് ഇൻ തേർഡ് ക്വാഡ്രന്റ് വിൽ ബി 1, 2, 3. തേർഡ് ക്വാഡ്രന്റിലെ പ്രൊജക്ഷൻ ആണ് നമുക്ക് വി പി ഇൻ ഫ്രണ്ട് വ്യൂ ഓഫ് front view in PP, front view in HVP, front view in HP, front view in XY, none of the above. അപ്പോൾ നമുക്ക് എന്താ തേർഡ് ക്വാഡ്രന്റ് ആയതുകൊണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് VP അല്ലേ വരാം. സോ ആൻസർ എന്താ വരാം? 10 ഓപ്ഷൻ എ വരും. ഓക്കെ, ഓപ്ഷൻ എ. ദെൻ വാട്ട് ഇസ് ദ നെയിം ഓഫ് സർവേയിങ് ദ സെറ്റിംഗ് ഔട്ട് ഓഫ് വർക്ക് ഓൺ ദ ഗ്രൗണ്ട്? ഗ്രൗണ്ടിൽ സെറ്റിംഗ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സർവേയിങ് ബ്രാഞ്ച് അല്ലെങ്കിൽ നെയിം ഓഫ് പാർട്ട് ഓഫ് സർവേ ഏതാണ്? എഞ്ചിനീയറിംഗ് സർവേ, പ്രിലിമിനറി സർവേ, റെക്കഗ്നൈസൻസ് സർവേ, ലൊക്കേഷൻ സർവേ. അപ്പൊ എന്താ ആൻസർ വരിക നമുക്ക്? ഓപ്ഷൻ സി ലൊക്കേഷൻ സർവേ ആണ്. ഇതൊക്കെ നമ്മൾ കണ്ട് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റൻ, MCQ ബുക്സിലൊക്കെ മിക്കവാറും കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് എ ലിമിറ്റ് ഓഫ് എറർ ഇൻ എ 20 മീറ്റർ ചെയിൻ? 20 മീറ്റർ ചെയിനിലുള്ള ലിമിറ്റ് ഓഫ് എറർ എത്ര ആണ്? +or-5 mm ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13th question. How the chain is adjusted if the chain is found to increase in length than the standard length? സ്റ്റാൻഡേർഡ് ലെങ്ത്തിനേക്കാളും കൂടുതൽ ലെങ്ത് നമ്മുടെ ചെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നാണ് ചോദ്യം. ബൈ ലെങ്തനിങ് ദ ലിങ്ക്സ് അറ്റ് ആംഗിൾ, ബൈ ഇൻസർട്ടിങ് ന്യൂ റിങ്സ് ആസ് റിക്വയർഡ്, ബൈ റിമൂവിങ് സം ഓഫ് ദ റിംഗ്, ബൈ സ്ട്രെയിറ്റനിങ് ദ ബെൻഡ് ഓഫ് റിംഗ്. എന്താണ് ആൻസർ വരിക? നമുക്ക് ഓപ്ഷൻ സി ആണ് വരുന്നത്. അതായത് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും വേൺ ഔട്ട് റിങ്സ് ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാം. ഇനി എന്തെങ്കിലും റിങ് വലിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും റിങ്സ് മാറ്റി കഴിഞ്ഞാൽ കൂടിയ ലെങ്ത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കറക്റ്റ് ലെങ്ത് ആക്കാൻ പറ്റും. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സർവേയിങ് ഇസ് ടേക്കൺ ടു ഡിറ്റർമിൻ ഡിഫറെന്റ് സ്ട്രേറ്റ ഓഫ് എർത്ത് ക്രസ്റ്റ്? എർത്ത് ക്രസ്റ്റിലെ ഡിഫറെന്റ് സ്ട്രേറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏതായിരിക്കും ഉപയോഗിക്കുന്നത്? ഇറ്റ് ഇസ് ജിയോളജിക്കൽ സർവേ. ഓപ്ഷൻ എ ജിയോളജിക്കൽ സർവേ. Then chain surveying uses the principle of traversing, chaining, ranging, triangulation. ഇതിലും എളുപ്പമായിട്ട് ചോദിക്കാനില്ല. ചെയിൻ സർവേയിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്ന? ട്രയാങ്കുലേഷൻ ആണ്. അതായത് നമുക്കൊരു ഫ്രെയിം വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഫ്രെയിം വർക്കിനെ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്യും? കുഞ്ഞു കുഞ്ഞു ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. കാര്യം എന്താണ്? നമുക്കറിയാവുന്ന ബേസിക് ഷേപ്പിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഷേപ്പ് ഏതാണ്? ട്രയാങ്കിൾ ആണ്. സോ ഓപ്ഷൻ ഡി ട്രയാങ്കുലേഷൻ ആണ് കറക്റ്റ് ആൻസർ. The next question. How many fundamental principles in surveying? സർവേയിൽ എത്ര പ്രിൻസിപ്പിൾസ് ഉണ്ട്? വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ടും നമുക്ക് 2 പോയിന്റിന്റെ റെഫറൻസിൽ മൂന്നാമത് ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നു. സോ എത്ര എണ്ണമാണ്? 2 പ്രിൻസിപ്പിൾസ് ആണ് സർവേയിങ്ങിനുള്ളത്. Then in a metric chain, the end of each link is connected by 3 oval rings, 4 oval rings, 2 oval rings and 1 oval ring. ഏതാണ് ആൻസർ വരിക? നമുക്ക് 3 oval rings വെച്ചിട്ടാണ് നമ്മുടെ ഓരോ ലിങ്കും കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 3 ഇങ്ങനെ റിങ്സ് ഉണ്ടാവും. ഓക്കെ, the next question. What is used to measure, which is used to measure the accuracy of the framework of survey? സർവേയുടെ ഫ്രെയിം വർക്കിന്റെ അക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന ഏത്? ബേസ് ലൈൻ, ചെക്ക് ലൈൻ, ടൈ ലൈൻ, സബ്സിഡറി ലൈൻ. പേരിൽ തന്നെയുണ്ട് അക്യുറസി ചെക്കിന് വേണ്ടിയിട്ടാണ്. സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ചെക്ക് ലൈൻ. ഓക്കെ, ദെൻ വാട്ട് ഇസ് ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ഇൻ എ സർവേ ലൈൻ? ഒരു സർവേ ലൈനിൽ intermediate points establish in the process we'll be calling it by option C, ranging. The next question. What is the lateral distance from the survey line to the object measured? ഇങ്ങനെ ഒരു സർവേ ലൈൻ ഉണ്ടെങ്കിൽ ഈ സർവേ ലൈനിൽ ഒരു ഒബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ട്, ഒരു ബിൽഡിംഗ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ലാറ്ററലി എടുക്കുന്ന മെഷർമെന്റിന് പറയുന്ന പേരാണ് ഓപ്ഷൻ ബി, ഓഫ്സെറ്റ്. Then where single line field book is used in surveying? സർവേയിങ്ങിൽ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ലാർജ് സ്കെയിൽ സർവേ വിത്ത് ഡീറ്റെയിൽഡ് വർക്കാണ്. അത് വളരെ വലിയ സ്കെയിൽ സർവേ, ഭയങ്കര ഡീറ്റെയിൽ കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കും? സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് ഉപയോഗിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22nd ക്വസ്റ്റ്യൻ ആണ്. ഏരിയ ഓഫ് എ ട്രപ്പിസോയിഡസ്. ഒരു ട്രപ്പിസോയിഡിന്റെ ഏരിയ എന്താണ്? ബേസ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഹാഫ് ഓഫ് ദ സം ഓഫ് പെർപെൻഡിക്കുലർ, base multiplied by the half of product of perpendicular, base multiplied by half the difference of perpendicular, base multiplied by the sum of perpendicular. പെർപെൻഡിക്കുലറിന്റെ സം എടുക്കണം, പക്ഷെ നമുക്കറിയാം ഫോർമുലയ്ക്കകത്ത് ഡിവൈഡ് ബൈ 2 ഉണ്ട്. സോ ഹാഫ് ദ സം ഓഫ് പെർപെൻഡിക്കുലേഴ്സിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും? ബേസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഏരിയ ഓഫ് ട്രപ്പിസോയിഡ്. ഓപ്ഷൻ എ ആണ്. ദെൻ
23rd question, which is first temporary adjustment of a prismatic compass. മിക്ക ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ഫസ്റ്റ് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ഏതാണ്? സെന്ററിംഗ് ആണ്. ഓർത്ത് വെക്കുക, അറിയാവുന്ന കാര്യമാണ്. ഓപ്ഷൻ എ സെന്ററിംഗ്. ദെൻ ദ ബോക്സ് ഓഫ് ദ കോമ്പസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ്. നമുക്ക് ഗ്രേഡ് 1 2016 നടന്ന പരീക്ഷ തൊട്ട് ഏത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നമ്മുടെ കോമ്പസിന്റെ ബോക്സ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ്? ഓപ്ഷൻ ബി ബ്രാസ് ആണ്. ദെൻ ഇൻ പ്രിസ്മാറ്റിക് കോമ്പസ് വിച്ച് ഇസ് ഗ്രാജുവേറ്റഡ് അറ്റ് ദ സൗത്ത് എൻഡ്. സൗത്ത് എൻഡിൽ എന്താണ് നമ്മൾ കൊടുക്കുക? 0 ഡിഗ്രി ആണ് അല്ലേ? സോ ഓപ്ഷൻ ബി ആണ്, 0 ഡിഗ്രി ആണ് പ്രിസ്മാറ്റിക് കോമ്പസിൽ കൊടുക്കുക. Then the whole circle bearing of a line is 236 degree 37 minutes. Its reduced bearing will be. റെഡ്യൂസ് ബെയറിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹോൾ സർക്കിൾ ബെയറിംഗ് തന്നിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ തന്നെ വരയ്ക്കുകയാണ്. സോ നമുക്ക് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് മാർക്ക് ചെയ്യാം. ദെൻ ഹോൾ സർക്കിൾ ബെയറിംഗ് ഓഫ് എ ലൈൻ എത്രയാണ്? 236 ഡിഗ്രി 37 മിനിറ്റ്. ഇവിടം വരെ 180. പിന്നെന്താണ് നമുക്കിനിയുള്ളത്? ഇവിടെ വരെ 90 90 180 ആയി. 236 ഡിഗ്രി ആണ്. സോ ഇവിടം വരെ മതി അല്ലേ? സോ നമുക്ക് ഇവിടം വരെ. സോ 236 ഡിഗ്രി 37 മിനിറ്റ് വരും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? റെഡ്യൂസ്ഡ് ബെയറിംഗ് അല്ലെങ്കിൽ ക്വാഡ്രന്റൽ ബെയറിംഗ് ആണ്. സോ നമുക്ക് എന്താണ്, എവിടെയാണ്, നോർത്തിനാണോ സൗത്തിനാണോ അടുത്തിരിക്കുന്നത്, അതിൽ നിന്ന് മൈനസ് ചെയ്തെടുത്താൽ മതി. സോ വാട്ട് ഈസ് യുവർ ആൻസർ? ആൻസർ വരിക നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 25 ചെയ്ത് നോക്കുമ്പോൾ ഓപ്ഷൻ ബി എന്ന് വരും, നോർത്ത് വെസ്റ്റ് എന്ന് വരും അല്ലേ? ഓക്കെ, സോറി. സോ ഓക്കെ, സോ നോർത്ത് വെസ്റ്റിൽ വരും നമുക്ക് ആൻസർ. ഓപ്ഷൻ ബി വരും. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റെഡ്യൂസ് ബെയറിംഗ് ഓഫ് എ ലൈൻ ഇസ് നോർത്ത് 58 ഡിഗ്രി 24 മിനിറ്റ് വെസ്റ്റ്. നോർത്ത് വെസ്റ്റ് തന്നിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹോൾ സർക്കിൾ ബെയറിംഗ്. നോർത്ത് 58 ഡിഗ്രി 24 മിനിറ്റ് ആണ്. 58 ഡിഗ്രി 24 മിനിറ്റ് ആണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു കംപ്ലീറ്റ് ആംഗിൾ ആണ് നമ്മുടെ റെഡ്യൂസ്ഡ് ബെയറിംഗ്, ഹോൾ സർക്കിൾ ബെയറിംഗ് എന്ന് പറയുന്നത്. സോ ഹോൾ സർക്കിൾ ബെയറിംഗ് ഇസ് എന്ത് ചെയ്താൽ മതി? 360 ഡിഗ്രി മൈനസ് 58 ഡിഗ്രി ചെയ്താൽ മതി. സോ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് ഓപ്ഷൻ എ 301 ഡിഗ്രി 36 മിനിറ്റ് എന്ന്. 360 ഡിഗ്രി മൈനസ് 58 ഡിഗ്രി 24 മിനിറ്റ് ആണ് വരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is the included angle of ABC between the bearing of line A? Between the bearing of line AB 75 degree and bearing of BC is 120 degree. ഓക്കെ, അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ ABC ആണ്. അപ്പം അതിന്റെ നടുക്കുള്ള ലെറ്റർ ഏതാണ്? ബി ആണ്. നമുക്കിവിടെ തന്നിരിക്കുന്ന ബെയറിംഗ് ഏതൊക്കെയാണ്? AB എന്ന് പറയുന്നത് 75 ഡിഗ്രിയും അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന BC എന്ന് പറയുന്നത് 110 ഡിഗ്രിയുമാണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിളിന്റെ സെന്ററിലുള്ള ആൽഫബറ്റ് നോക്കുക, ബി ആണ്. തന്നിരിക്കുന്ന ബെയറിംഗിന്റെ സ്റ്റാർട്ടിങ് രണ്ടും ബി ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഡയറക്ട്ലി സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് പക്ഷെ ഒരെണ്ണം ബി സിയും ഒരെണ്ണം എ ബി ആണ് തന്നിരിക്കുന്നത്. അതായത് സ്റ്റാർട്ടിംഗ് ലെറ്റർ എ ആണ്, ഇറ്റ്സ് നോട്ട് ബി. അപ്പൊ നമുക്ക് ഇതിനെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ബി ആക്കാൻ വേണ്ടി തിരിച്ചെഴുതിയാൽ പോരെ? ബി എന്ന് എഴുതിയാൽ മതി. സോ ഇത് ഫോർ ബെയറിംഗ് ആണ്, ബാക്ക് ബെയറിംഗ് വേണം. സോ 180 പ്ലസ് 75 ഡിഗ്രി എടുക്കാം. 180 പ്ലസ് 75 ഡിഗ്രി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ആസ് 255 ഡിഗ്രി കിട്ടും. 255 ഡിഗ്രി കിട്ടി. അപ്പം ഇനി ബി എ ആയി ബി സി ആയി. നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിൾ എ ബി സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്ത് കൊടുത്താൽ മതി. ദാറ്റ് ഇസ് 255 മൈനസ് 110 ഡിഗ്രി. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 145 ഡിഗ്രി. ഏതാണ്? ഓപ്ഷൻ ബി 145 ഡിഗ്രി വരും. Okay, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഓഫ് ദ സൺ ഇഫ് മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് ദ സൺ അറ്റ് നൂൺ ഇസ് 355 ഡിഗ്രി. നമുക്ക് മാഗ്നറ്റിക് ബെയറിംഗ് ഓഫ് ദ സൺ അറ്റ് നൂൺ എത്ര തന്നിരിക്കുന്നത്? 355 ഡിഗ്രി ആണ് തന്നിരിക്കുന്നത് അല്ലെ? സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? യു വോണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആൻസർ എന്ത് വരും? നമ്മൾ ശരിക്കും 360 ഡിഗ്രി നമുക്ക് കുറച്ച് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് 355 ഡിഗ്രിയിലാണ് കിടക്കുന്നത്. ദാറ്റ് ഇസ് ഈസ്റ്റ് സൈഡിലോട്ടാണ്. സോ നമുക്ക് എത്ര ബാക്കി വരിക ഡിഫറൻസ്? 5 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദെൻ 30th question, what is the inclination of the needle with the horizontal in a prismatic compass? ഈ ഹൊറിസോണ്ടലുമായിട്ട് നീഡിൽ ഉണ്ടാവുന്ന ഇൻക്ലിനേഷൻ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? ഡിപ്പ് ഓഫ് ദ നീഡിൽ എന്ന് പറയും. ഓപ്ഷൻ എ ഡിപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക്കൽ അട്രാക്ഷൻ ഓഫ് എ കോമ്പസ് സർവേയിങ് ഒക്കർ ഡ്യൂ ടു. എന്തുകൊണ്ടാണ് കോമ്പസ് സർവേയിങ്ങിൽ നമുക്ക് എന്താ പറയുക നമ്മുടെ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടാവുക?
എന്തുകൊണ്ടാണ്? ഇൻകറക്റ്റ് ലെവലിംഗ് ഓഫ് ദ നീഡിലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? Then loss of magnetism of the needle, presence of magnetic substances near the instrument, friction of the needle at the pivot. എന്താണ് ആൻസർ വരിക? നമുക്ക് ഓപ്ഷൻ സി വരും. എന്താണ്? പ്രസൻസ്, ഏതെങ്കിലും ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ പ്രസൻസിലാണ് നമുക്ക് ഈ ഒരു ലോക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്ന പ്രശ്നം വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഇൻക്ലൂഡഡ് ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ഒ എ ആൻഡ് ഒ ബി ഇഫ് ദ ബെയറിംഗ്സ് ആർ 25 ഡിഗ്രി ആൻഡ് 340 ഡിഗ്രി? ഒ എയും ഒ ബിയുടെ ഇടയിലുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ ആണ്. അപ്പൊ നമുക്ക് രണ്ടും സ്റ്റാർട്ടിങ് ഒരു ലെറ്റർ തന്നെയാണ്, അതുകൊണ്ട് ഡയറക്റ്റ്ലി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തെടുത്താൽ മതി. 340 മൈനസ് 25 ചെയ്താൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ കിട്ടുന്ന ആംഗിൾ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 340 മൈനസ് 25 ഡിഗ്രി ആണ്. സോ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് 315 ഡിഗ്രി എന്ന് വരും. നമുക്ക് ഒരിക്കലും ഇൻക്ലൂഡഡ് ആംഗിൾ 360യേക്കാളും കൂടുതലൊന്നും വരാൻ പറ്റത്തില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, 360യിൽ നിന്ന് ഈ 315 അങ്ങ് സബ്ട്രാക്ട് ചെയ്തെടുക്കുക. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് എത്ര വരും? 45 ഡിഗ്രി വരും. ഓപ്ഷൻ എ 45 ഡിഗ്രി 0 മിനിറ്റ് എന്ന് വരും. ഓക്കെ, ഡയറക്ട്ലി ഒരേ ലെറ്റർ ആയതുകൊണ്ടാണ് സബ്ട്രാക്ട് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കൺവേർട്ട് ചെയ്ത പോലെ കൺവേർട്ട് ചെയ്യണം. ട്രൂ ബെയറിംഗ് ഓഫ് എ ലൈൻ ഇസ് 217 ഡിഗ്രി. ട്രൂ നോർത്ത് മാർക്ക് ചെയ്യുക. ട്രൂ നോർത്ത് നമുക്ക് 217 ആണ് തന്നിരിക്കുന്നത്. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എത്ര ആണ്? 2 ഡിഗ്രി വെസ്റ്റ് ആണ്. മാഗ്നറ്റിക് ബെയറിംഗ് കണ്ടുപിടിക്കണം. സോ മാഗ്നറ്റിക് ബെയറിംഗ് എന്ത് വരും? നമുക്ക് മാഗ്നറ്റിക് നോർത്ത് ട്രൂ നോർത്തിൽ നിന്ന് 2 ഡിഗ്രി വെസ്റ്റ് മാറി കിടക്കുന്നു. ദിസ് ഇസ് വെസ്റ്റ്, അല്ല സോറി, ദിസ് ഇസ് ഈസ്റ്റ് ആൻഡ് ദിസ് ഇസ് വെസ്റ്റ്. 2 ഡിഗ്രി മാറിയാണ് കിടക്കുന്നത്. സോ 2 ഡിഗ്രി മാറി കിടക്കുമ്പോൾ നമുക്ക് എത്ര വരും ബെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യു വിൽ ഗെറ്റ് 219 ഡിഗ്രി. ഓപ്ഷൻ ബി 33, ഓപ്ഷൻ ബി വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് സം ഓഫ് ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ട്രാവേഴ്സ്? ഒരു ട്രാവേഴ്സിന്റെ ഇന്റീരിയർ ആംഗിളിന്റെ സം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല 2n/4 × 90, 2n-4, 2n+4, 2n × 4. ഇത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. എത്രയാണ് ഇന്റീരിയർ ആംഗിൾ? 2n-4 × 90 ഡിഗ്രി ആണ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. In which method of plane table surveying is suitable when it is difficult or impossible to measure distances in a mountainous country and also used for checking distant object? ഇത് സാധാരണ നമുക്ക് ചോദിക്കുന്ന ഇൻഅക്സസിബിൾ ആയിട്ടുള്ള പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ ഏത് മെത്തേഡ് ഉപയോഗിക്കും? ഇവിടെ കുറച്ച് എലാബറേറ്റ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. റേഡിയേഷൻ, ഇന്റർസെക്ഷൻ, റിസെക്ഷൻ, ട്രാവേഴ്സിങ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ഇന്റർസെക്ഷൻ ആണ്. ഓപ്ഷൻ ബി. Then the most suitable surveying used for the filling of the details between station previously fixed by triangulation or theodolite survey. Triangulation അല്ലെങ്കിൽ theodolite survey വഴി മുന്നേ ഫിക്സ് ചെയ്ത പോയിന്റുകളുടെ നമ്മുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന സർവേ ഏത്? ഓപ്ഷൻ എ ചെയിൻ സർവേ, ഓപ്ഷൻ ബി കോമ്പസ് സർവേ, ഓപ്ഷൻ സി തിയോഡലൈറ്റ് സർവേ ആൻഡ് ഓപ്ഷൻ ഡി പ്ലെയിൻ ടേബിൾ സർവേ. എന്താണ് കറക്റ്റ് ആൻസർ? പ്ലെയിൻ ടേബിൾ സർവേ. ഓപ്ഷൻ ഡി. The next question, which statement given below is not an advantage of plane tabling? പ്ലെയിൻ ടേബിളിങ്ങിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ പ്രിപ്പയറിംഗ് സ്മോൾ സ്കെയിൽ മാപ്പ്. നമുക്കറിയാം സ്മോൾ സ്കെയിൽ മാപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്ലെയിൻ ടേബിൾ ഉപയോഗിക്കാം. സർവേയർ ക്യാൻ കമ്പയർ ദ പ്ലോട്ടഡ് വർക്ക് വിത്ത് ആക്ച്വൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഏരിയ സർവേ. നമ്മൾ പ്ലോട്ട് ചെയ്തത് ആക്ച്വൽ സർവേ ആയിട്ട് ആക്ച്വൽ ഏരിയ നമുക്ക് സർവേ ചെയ്തത് വെച്ച് നോക്കാൻ പറ്റും. ഇറ്റ് ഇസ് നോട്ട് ഇന്റൻഡഡ് ഫോർ അക്യുറേറ്റ് വർക്ക്. അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുമോ? അക്യുറേറ്റ് വർക്കിന് പറ്റത്തില്ല, പക്ഷെ ഇറ്റ്സ് നോട്ട് ആൻ അഡ്വാൻറ്റേജ്. സോ തേർഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഇറ്റ്സ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ആണ് അല്ലേ. ദെൻ അടുത്തത്, there is no possibility of omitting the necessary measurement as a map is plotted in the fleet. അതും കറക്റ്റ് ആണ്. അപ്പൊ എന്ത് മാത്രമേ വരത്തുള്ളൂ? ഓപ്ഷൻ സി 3 മാത്രമാണ് നമുക്ക് പ്ലെയിൻ ടേബിളിംഗ് സർവേയുടെ അഡ്വാൻറ്റേജ് അല്ലാതെ പറയാൻ പറ്റുക. Next question, question number 38. Which of the following instrument is used for marking the direction of the magnetic meridian on the paper in a plane table survey? പേപ്പറിൽ നമ്മൾ മാഗ്നറ്റിക് നോർത്ത് അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറിഡിയൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? പ്ലംബിംഗ് ഫോർക്ക്, ട്രഫ് കോമ്പസ്, യു ഫ്രെയിം, അലിഡേറ്റ്. പെട്ടെന്ന് പറയാൻ പറ്റും. ഓപ്ഷൻ ബി ട്രഫ് കോമ്പസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 39th ക്വസ്റ്റ്യൻ, the operation of placing the table over the station on the ground that the point plotted on the sheet corresponding to the station occupied which should be exactly over the station on the ground is known as.
അതായത് ഗ്രൗണ്ടിലുള്ള അതേ പോയിന്റിന്റെ മേലെ നമ്മൾ ആ പേപ്പറിലെ പോയിന്റ് മാർക്ക് ചെയ്യുന്നതിനെ വാട്ട് വിൽ വി കോൾ? ഓറിയന്റിങ്, സെന്ററിങ്, ഫിക്സിങ്, ലെവലിംഗ്. ഏതാണ്? ഇറ്റ് ഇസ് സെന്ററിങ്. ആ പോയിന്റിന്റെ താഴെയുള്ള ഗ്രൗണ്ടിലുള്ള പോയിന്റ് മേലെ തന്നെ പേപ്പർ സെറ്റ് ചെയ്ത് ആ പോയിന്റ് പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇറ്റ് ഇസ് കോൾഡ് as centering. Then the line joining the intersection of the crosshair to the optical center of object glass and its continuation is called dash or dash. എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. ലൈൻ ഓഫ് കോളിമേഷൻ ആണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? നമുക്ക് ഓപ്ഷൻസ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ലൈൻ ഓഫ് കോളിമേഷൻ, ലൈൻ ഓഫ് സൈറ്റ്, പ്ലെയിൻ ഓഫ് കോളിമേഷൻ, പ്ലെയിൻ ഓഫ് സൈറ്റ്, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്, ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്. എന്താ വരിക? ലൈൻ ഓഫ് കോളിമേഷൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ്. ഓപ്ഷൻ എ 1 or 2 എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ. The vertical distance above or below the datum of a point. ഒരു ഡേറ്റം ഉണ്ട്. ഇതാണ് എൻ്റെ ഡേറ്റം. മീൻ സീ ലെവൽ ആണെന്ന് വിചാരിക്കുക. അതിന് മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ ഉള്ള ഡിസ്റ്റൻസിനെ വിൽ ബി കോളിംഗ് ബൈ ദ നെയിം. എന്താണ്? ഇറ്റ് ഇസ് കോൾഡ് ആസ് ഓപ്ഷൻ സി എലിവേഷൻ. എലിവേഷൻ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മെത്തേഡ് ഓഫ് ലെവലിംഗ് വിച്ച് ഇസ് നെസസറി ടു സെറ്റ് അപ്പ് ദ ലെവൽ ഇൻ സെവറൽ പൊസിഷൻ ആൻഡ് ടു വർക്ക് ഇൻ എ സീരീസ് ഓഫ് സ്റ്റേജസ്. ഒരൊറ്റ സ്റ്റേജ് അല്ലാതെ നമുക്ക് ലെവലിംഗ് ഇൻസ്ട്രുമെന്റിനെ പല സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ട് സീരീസ് ആയിട്ട് ഈ ഒരു റീഡിംഗ് എടുക്കുന്ന പ്രോസസ്സിനെ എന്ത് പറയും? ഡിഫറൻഷ്യൽ ലെവലിംഗ്, കോമ്പൗണ്ട് ലെവലിംഗ്, കണ്ടിന്യൂസ് ലെവലിംഗ് ആൻഡ് ഓൾ ഓഫ് ദീസ്. എന്താണ് ആൻസർ വരിക? എല്ലാം പറയാൻ പറ്റും. എന്താണ്? ഓൾ ഓഫ് ദീസ്. Next question. In trigonometrical leveling, the elevation of points are computed from vertical angles and horizontal distance measured in the field. Trigonometrical ലെവലിംഗ് അത് നമ്മൾ ശരിക്കും ട്രിഗണോമെട്രി ആണ് എംപ്ലോയ് ചെയ്യുന്നത്. ട്രിഗണോമെട്രിയിൽ നമുക്കറിയാം, ഇപ്പം ഇവിടെ ഒരു ഒബ്ജക്റ്റ് നിന്നുള്ള ഡിസ്റ്റൻസ് ഡി ആണ്, ഈ ആംഗിൾ തീറ്റ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ? ടാൻ തീറ്റ വെച്ചിട്ട് സെയിം പ്രിൻസിപ്പിൾ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓൾട്ടിറ്റ്യൂഡ് ഓഫ് പോയിന്റ്സ് ആർ ഡിറ്റർമിൻഡ് ബൈ മീൻസ് ഓഫ് ബാരോമീറ്റർ ആണോ? അല്ല, അതായത് ബാരോമെട്രിക് ലെവലിംഗ് ആണ്. The height of mountains are observed by the temperature at which water boils. Hypsometry ആണ്. അതുമല്ല. Then none of these ഉണ്ട്. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ എ 43. Your correct answer is ഓപ്ഷൻ എ. നമ്മൾ ഈ ഒരു ആംഗിളിന്റെയും ഡിസ്റ്റൻസിന്റെയും സഹായത്തോടു കൂടി ലെവൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കുന്നതിനെയാണ് ട്രിഗണോമെട്രിക്കൽ ലെവലിംഗ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 44th question. In precise leveling work, the effect of curvature is that objects sight to appear. നമ്മുടെ കർവേച്ചർ കറക്ഷനിൽ ഒബ്ജക്ട്സ് എങ്ങനെ ഇരിക്കും? ലോവർ ദാൻ ദേ റിയലി ആർ, ഹയർ ദാൻ ദേ റിയലി ആർ, ഈക്വൽ ടു ദ സൈറ്റ്, ലെവൽ ലൈൻ. എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ എ ലോവർ ആയിരിക്കും അല്ലേ? ലോവർ ആയിരിക്കും ഒബ്ജക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിക്ക് അപ്പ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. ദ അഡ്വാൻറ്റേജ് ഓഫ് റെസിപ്രോക്കൽ ലെവലിംഗ് ഇസ് ദാറ്റ് ഇറ്റ് എലിമിനേറ്റ്സ്. എന്താണ് റെസിപ്രോക്കൽ ലെവലിംഗിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? Okay. Option A, the error due to curvature, error due to refraction, collimation error, atmospheric error. Atmospheric error ആണ് eliminate ചെയ്യാം. Then find the correction for curvature for a distance of 4 kilometer. ഒരു 4 കിലോമീറ്റർ ലെങ്ത്തിൽ ഉള്ള കറക്ഷൻ ഫോർ കർവേച്ചർ അഥവാ CC ആണ് കണ്ടുപിടിക്കേണ്ട. സോ 0.0785 d² ആണ് ഇക്വേഷൻ. ദാറ്റ് ഇസ് 0.0785 into 4 square അഥവാ 16. സോ നമ്മുടെ ആൻസർ വരിക നമുക്ക് 1.963 ഉണ്ട്, 0.314 ഉണ്ട്, 1.256, 0.0196 മീറ്റർ. എന്താണ് ആൻസർ വരുന്നത്? സിംപ്ലി ചെയ്താൽ കിട്ടും. ഓപ്ഷൻ ഡി 1.256 മീറ്റർ എന്ന് കിട്ടും. ഡയറക്ട്ലി കിട്ടും. Then sensitiveness of bubble tube is increased by. സെൻസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ റേഡിയൻ അല്ലെങ്കിൽ ആ ഒരു ബബിൾ ട്യൂബിനെ നമ്മൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ 1 ഡിഗ്രി നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ആ ഒരു അനക്കം, അതിനാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. സെൻസിറ്റിവിറ്റി ഇൻക്രീസിങ് ദ ലെങ്ത് ഓഫ് ബബിൾ, ഡിക്രീസിങ് വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ് ഇൻ ദ ലെവൽ ട്യൂബ്. ഇതെല്ലാം ചെയ്യാം. ഓപ്ഷൻ ഡി ചെയ്താൽ മതി. ഓക്കെ. ദെൻ സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ ഓൺ എ പോയിന്റ് ഓഫ് നോൺ റെഡ്യൂസ് ലെവൽ ആസ് ഓൺ ബെഞ്ച് മാർക്ക് ഓർ ചേഞ്ച് പോയിന്റ്. എലിവേഷൻ അറിയാവുന്ന പോയിന്റിലേക്ക് എടുക്കുന്ന സ്റ്റാഫ് റീഡിങ്ങിനെ നമ്മൾ എന്ത് പറയും? ബാക്ക് സൈഡ്. 48. ഇറ്റ്സ് ഓപ്ഷൻ എ. 49th question. If the higher values in a series of closed contours on a map are outward. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു ക്ലോസ്ഡ് കോണ്ടൂർ ആണ്, ഹയർ വാല്യൂ പുറത്താണ്. ഹയർ വാല്യൂ അകത്താണ്, അത് ഹില്ലായി പോയേനെ. ഇവിടെ നമുക്ക് പുറത്താണ്. സോ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ഡിപ്രഷൻ. The process of spacing the contours proportionally between the plotted ground points. Grounded pointsന്റെ ഇടയ്ക്ക് നമ്മൾ പ്രപ്പോർഷണൽ ആയിട്ട് കോണ്ടൂസിനെ സ്പേസ് ചെയ്യുന്നതിന് പ്രോസസ്സിന് എന്ത് പറയും? ഇന്റർപോളേഷൻ ഓഫ് കോണ്ടൂസ്. ഓപ്ഷൻ എ.
Then press model formula in computation of volumes can be applied to dash number of sections. എത്ര number of sectionsലാണ് നമുക്ക് ഈ press model formula apply ചെയ്യാൻ പറ്റുന്നത്? ഏതാണ്? ഓപ്ഷൻ സി, ഓഡ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the light compact hand instrument of low precision used for measuring angles of elevation and depression. എലിവേഷൻ ആംഗിളും ഡിപ്രഷൻ ആംഗിളും മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡി ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ഡംബി ലെവൽ, ടിൽറ്റിംഗ് ലെവൽ, മോഡേൺ ലെവൽ, അഗ്നി ലെവൽ. എല്ലാം ലെവൽ വെച്ച് തന്നിരിക്കുന്നു. ബട്ട് നമുക്ക് തെറ്റേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി, അഗ്നി ലെവലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് കോർബൽ അബോവ് ദ ഫ്ലോർ ലെവൽ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. കോർബൽ അറിയാലോ, കോർബലിന്റെ ഹൈറ്റ് നമുക്ക് ഫ്ലോർ ലെവലിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റെഡ്യൂസ് ലെവൽ ഓഫ് ഫ്ലോർ ലെവൽ എത്രയാണ്? 98.50 മീറ്റർ. ഫ്ലോറിന്റെ റെഡ്യൂസ് ലെവൽ തന്നിട്ടുണ്ട്. സ്റ്റാഫ് റീഡിംഗ് ഓൺ ദ ഫ്ലോർ എത്രയാണ്? നമുക്ക് 1.055 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? റെഡ്യൂസ് ലെവൽ തന്നിട്ടുണ്ട്, ഫ്ലോർ ലെവലിന്റെ സ്റ്റാഫ് റീഡിംഗും തന്നിട്ടുണ്ട്. Okay, then reading on the staff held inverted touching the bottom portion of the corbel is 3.065 meter. 3.065 meter ആണ്. ഇവിടെ നമുക്ക് നമ്മുടെ PSC യുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷൻ ബി 4.120 മീറ്റർ ആണ്. ഓക്കെ, the next question, focusing the eyepiece and object glass in temporary adjustment of a level is performed to. എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഐപീസിനെയും അതുപോലെ തന്നെ ഒബ്ജക്ട് ഗ്ലാസിനെ ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? പാരലാക്സ് എറർ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. The various sizes of theodolite varying from 8 cm to 25 cm defined by. നമുക്കറിയാം, നമ്മൾ തിയോഡലൈറ്റിനെ സ്പെസിഫൈ ചെയ്യുന്നത് ഈ എന്തിന്റെ ഒരു സൈസ് വെച്ചിട്ടാണ്, 8 cm to 25 cm. അപ്പൊ ചിലപ്പോൾ ഈ വാല്യൂ ആണ് ചോദിക്കുക. ഇത്തവണ അത് എന്തിന്റെ മെഷർമെന്റ് ആണെന്നാണ്. എന്താണ് ശരിക്കും? ലോവർ പ്ലേറ്റ്, അതായത് നമ്മുടെ ലോവർ പ്ലേറ്റിൽ ഒരു ഗ്രാജുവേറ്റഡ് സർക്കിൾ ഉണ്ട്, അതിന്റെ ഡയാമീറ്റർ ആണ് ഈ 8 മുതൽ 25 സെന്റിമീറ്റർ. The next question, the lower plate also called as a scale plate of a theodolite is graduated from. ലോവർ പ്ലേറ്റ് അല്ലെങ്കിൽ സ്കെയിൽ പ്ലേറ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞ പ്ലേറ്റ് 0 മുതൽ 360 ഡിഗ്രി വരെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the process of turning the telescope over its supporting axis through 180 degree in a vertical plane. Vertical plane റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് സെന്ററിങ്, സ്വിംഗിങ്, ട്രാൻസിറ്റിംഗ്, ടിൽറ്റിംഗ് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി, ട്രാൻസിറ്റിംഗ്. ഇനി ഇത് തിരിച്ച് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിരുന്നെങ്കിൽ അതെന്താണ്? ഇറ്റ് ഇസ് കോൾഡ് എ സ്വിംഗ്. The sensitiveness on sensitivity of a level tube is expressed in terms of. ലെവൽ ട്യൂബിന്റെ സെൻസിറ്റിവിറ്റി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? റേഡിയസ് ഓഫ് കർവേച്ചർ, angular value of one division of scale, angle subtended at the center by an arc of one division of the scale, all of the above. എന്താണ് ആൻസർ വരിക? നമുക്ക് എല്ലാ രീതിയിലും പറയാൻ പറ്റും. ഓക്കെ, ഒന്നെങ്കിൽ ആ റേഡിയസ് ഓഫ് കർവേച്ചർ വെച്ച്, അല്ലെങ്കിൽ ആ റേഡിയസ് ഓഫ് കർവേച്ചർ സെന്ററിൽ സബ്സ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ വെച്ചിട്ടൊക്കെ പറയാം, അല്ലേ? The theoretic sum of the exterior angles of a closest traverse. നമുക്ക് നേരത്തെ ഇന്റീരിയർ ആംഗിൾ ചോദിച്ചു, ഇനി എന്തും കൂടി ചോദിച്ചേക്കാം നമുക്ക്. എത്ര ടൈംസ് റൈറ്റ് ആംഗിൾ ആണ് നമ്മുടെ എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എന്ന് നോക്കാം. ഓക്കെ, ഇറ്റ് ഇസ് എന്താണ്? 2n + 4 × 90. ഇന്റേണൽ ആയിരുന്നപ്പോൾ 2n - 4 × 90. The multiplying constant f/i of a tachyometer. ടക്യോമീറ്ററിൽ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ് 100ഉം അതുപോലെ തന്നെ അഡിറ്റീവ് കോൺസ്റ്റന്റ് 0 ആണ്. സോ ഓപ്ഷൻ സി 100. 61th question, horizontal curves are provided in the horizontal plane to change. എന്തിനാണ് ഹൊറിസോണ്ടൽ കർവ്സ് നമ്മൾ കൊടുക്കുന്നത്? ഇങ്ങനെ വരുന്നതിനെ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി. ദാറ്റ് ഇസ്, ഇറ്റ് ഇസ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. A curve may be designated by radius, angle subtended at the center by a chord of particular length. ഒരു കർവിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡെസിഗ്നേറ്റ് ചെയ്യാം, എങ്ങനെ പറയാം എന്നുള്ളതാണ്. രണ്ട് രീതിയിലും പറയാം. റേഡിയസ് വെച്ചിട്ടും പറയാൻ പറ്റും, അതുപോലെ തന്നെ സെന്ററിൽ ഒരു കോഡ് സബ്സ്റ്റൻഡ് ചെയ്യുന്ന സെന്റർ ആംഗിൾ വെച്ചും പറയാൻ പറ്റും. സോ എന്താണ്? ബോത്ത് 1 and 2. സ്റ്റഡിയ മാർക്കിങ്സ് ഓൺ എ ടെക്യോമീറ്റർ ആർ മെയ്ഡ് ഓൺ. എവിടെയാണ് സ്റ്റഡിയോമീറ്റർ റീഡിങ്സ് മാർക്കിങ്സ് കൊടുക്കുക? ഡയഫ്രത്തിലാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ, ഡയഫ്രം. റീഡിംഗ് ബോത്ത് ദ വേർണിയേഴ്സ് ഓഫ് എ തിയോഡലൈറ്റ് എലിമിനേറ്റ്. രണ്ട് വേർണിയറും തിയോഡലൈറ്റിന്റെ വായിച്ചാൽ നമുക്ക് എന്ത് എറർ പോവും? എസെൻട്രിസിറ്റി എറർ പോവും. Okay, then which EDM instrument is fabricated and worked on the propagation of modulated light waves? Modulated light waves ന്റെ propagation വെച്ച് വർക്ക് ചെയ്യുന്ന EDM ഏതാണെന്നാണ്? ടോട്ടൽ സ്റ്റേഷൻ, ടെലിറോമീറ്റർ, ജിയോഡിമീറ്റർ, ഡെക്ക നാവിഗേറ്റർ. ഏതാണ് ആൻസർ വരിക നമുക്ക്? ഓപ്ഷൻ സി, ജിയോഡിമീറ്റർ ആണ്.
Next question, in modern surveying, GIS stands for എന്താണ്? Geographic Information System. As per the theory of idiom, which is not the fundamental measurement of a total station. Total stationന്റെ fundamental measurement അല്ലാത്തത് ഏത്? Option A, level difference. Option B, vertical angle. Option C, slope distance. Option D, horizontal angle. എന്ത് വരും നമുക്ക് ആൻസർ? ഓപ്ഷൻ എ വരും. ലെവൽ ഡിഫറൻസ് ഫണ്ടമെന്റൽ മെഷർമെന്റ് അല്ല. Then, for accurate centering of a modern theodolite, especially in windy climate, which arrangement is suitable? നമുക്ക് modern theodoliteന്റെ centering windy climateൽ ഏത് മെത്തേഡാണ് ഏതാണ് ഏറ്റവും suitable? Centering rod, plumbing bob, optical micrometer, optical plummet. ഇത് നമുക്ക് പല രീതിയിൽ കഴിഞ്ഞ എക്സാമിനും ഒപ്റ്റിക്കൽ പ്ലമറ്റ് എന്നൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെന്ററിങ്ങിന് വേണ്ടിയിട്ട് അക്യുറേറ്റ് സെന്ററിങ്ങിന് മോഡേൺ ഇൻസ്ട്രുമെന്റ്സിൽ ഉപയോഗിക്കുന്ന ഏതാണ്? ഒപ്റ്റിക്കൽ പ്ലമറ്റ് ആണ്. The next question, surveying which deal with the mapping of large water bodies for the purpose of navigation, construction of harbor works, prediction of tides, etc. നമുക്ക് വാട്ടർ ബോഡിയുടെ നാവിഗേഷന് വേണ്ടിയിട്ട് ഹാർബറിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ചെയ്യുന്ന ആ ഒരു സർവേ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോഗ്രാഫിക് സർവേ. ഹൈഡ്രോ മീൻസ് വാട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ 70th ക്വസ്റ്റ്യൻ ആണ്. Which part of EDM instrument propagate electromagnetic waves? Electromagnetic waves propagate ചെയ്യുന്ന EDMന്റെ പാർട്ട്. റിഫ്ലക്ടർ, റിസീവർ, പ്രിസം, ട്രാൻസ്മിറ്റർ. ഏതാണ് ആൻസർ വരിക? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാണ്? ട്രാൻസ്മിറ്റർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the number of times the electromagnetic waves complete a cycle in 1 second. ഒരു സെക്കൻഡിൽ എത്ര നമ്മുടെ ഒരു സൈക്കിളിൽ ഒരു സെക്കൻഡിൽ ഒരു വേവ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ടൈംസിനെ എന്ത് പറയും നമ്മൾ? ഇറ്റ് ഇസ് കോൾഡ് ആസ് ഓപ്ഷൻ ബി, ഫ്രീക്വൻസി. 71 ഓപ്ഷൻ ബി. ദെൻ ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് ബെഡ് ഡെപ്ത് ഓഫ് എ വാട്ടർ ബോഡി. ഒരു വാട്ടർ ബോഡിയുടെ ബെഡ് ഡെപ്ത് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ എന്താ പറയാ? സൗണ്ടിങ്. ഓപ്ഷൻ എ. ഷോർട്ട് കട്ട് കീ എ ഇസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഡാഷ് ഇൻ ഓട്ടോകാഡ്. ഓട്ടോകാഡിൽ എ എന്ന് പറയുന്നത് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? നമ്മൾ ആർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. In AutoCAD, the full form of UCS എന്താണ്? User Coordinate System. Option C. Then അടുത്ത question, command used to delete a portion of an object specified by starting and ending point. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഇടയ്ക്കുള്ള ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബ്രേക്ക് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി. നെക്സ്റ്റ്, ഷോർട്ട് കട്ട് യൂസ്ഡ് ഇൻ AutoCAD ഫോർ പേസ്റ്റിംഗ് ആൻ ഒബ്ജക്ട്. പേസ്റ്റിംഗ് പറയുമ്പോൾ കൺട്രോൾ വി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഏതാണ്? കൺട്രോൾ പ്ലസ് പി ആണ്. The filled ring of 2 different diameters with a specified center, the command is used to create എന്താണ്? ഡോണറ്റ്, സർക്കിൾ, ഹാച്ച്, ഫില്ലറ്റ്. ഇതിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റും. ഓപ്ഷൻ എ, ഡോണറ്റ്. 77 ഓപ്ഷൻ എ. Then 78, for object snap tracking on or off, we use the function snap ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? ഓപ്ഷൻ ഡി, F11 ആണ്. To create multiple copies of selected object in a regular interval in a rectangular or polar form, the more suitable. അതായത് ഒരേ ഒബ്ജക്റ്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് റെക്ടാങ്കുലർ അല്ലെങ്കിൽ സർക്കുലർ ഫോമിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അറേ. കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അറേയുടെ. ഫണ്ടമെന്റൽ ഫംഗ്ഷൻ കീ ഫോർ ഓൺലൈൻ ഹെൽപ്പ് ഇൻ AutoCAD. AutoCADൽ ഓൺലൈൻ ഹെൽപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന F1. Then use unit of energy, watt, ന്യൂട്ടൺ മീറ്റർ, കാൻഡില, ജൂൾ. എന്താണ് വരിക? ഓപ്ഷൻ ഡി, ജൂൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊരു റേഷ്യോ പ്രപ്പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. A:B:C നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ A:B ആൻഡ് B:C തന്നിട്ടുണ്ട്. യു വാണ്ട് ടു ഫൈൻഡ് A:B:C. അപ്പൊ നമുക്ക് ആദ്യം A:B എഴുതാം. ഇറ്റ് ഈസ് ഗിവൺ ആസ് 6:9 ആണ്. ഇനി B:C എത്ര ആണ്? നമുക്ക് 27:54 ആണ്. നമുക്ക് A:B:C ആണ് കണ്ടുപിടിക്കണം. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? ഈ ബി എന്ന് പറയുന്ന ഒരേ വാല്യൂയിലേക്ക് ആക്കുക. അതായത് 27 ആണ്, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പ്രപ്പോർഷൻ എടുത്താൽ മതി. അപ്പൊ 18:27:54 എന്ന് വരും. അപ്പം എങ്ങനെയാണ് ഈ ബി എന്ന് പറയുന്ന ആള് പറഞ്ഞുതരാം. B:C നമുക്ക് 27:54 ആണ്. ബി എന്ന് പറയുന്ന ആള് രണ്ടിടവും കോമൺ ആണ്. സോ ഇവിടെ 9 ഇവിടെ 27 ആണ്. 9 27 ആക്കാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം 18:27:54. അപ്പൊ എത്ര വരും? നമുക്ക് 2:3:6. അപ്പൊ ഓപ്ഷൻ എ വരും കറക്റ്റ് ആൻസർ. സിമ്പിൾ, ഒറ്റ സ്റ്റെപ്പിൽ കിട്ടും. Then 60% of a number 6, identify the number. 60 into
x by 100 is equal to 6. ആ x ആണ് നമ്മുടെ നമ്പർ. So 600 by 60. So we'll get answer option B 10 വരും. Next question, when a cone is cut by a plane parallel to the base and upper part is removed, the balance portion is called. ബേസിന് പാരലൽ ആയിട്ട് ഒരു സെക്ഷൻ വെച്ച് കോണിനെ കട്ട് ചെയ്തു, മുകളിലത്തെ ഭാഗം റിമൂവ് ചെയ്ത് കളഞ്ഞു. വിൽ ഗെറ്റ് വാട്ട്? ഓപ്ഷൻ 84th ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ എ പിരമിഡ്, ഓപ്ഷൻ ബി ട്രപ്പീസിയം, ഓപ്ഷൻ സി ഫ്രസ്റ്റം, ഓപ്ഷൻ ഡി ടെട്രാഹെഡ്രോൺ വരും. അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ വരിക? ഫ്രസ്റ്റം ഓഫ് എ കോൺ. ദെൻ ഇഫ് ദ ഡയമീറ്റർ ഓഫ് ഇഫ് ദ ഹെമിസ്ഫിയറിന്റെ വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. ഡയമീറ്റർ ഡി ആണെങ്കിൽ വാട്ട് ഇറ്റ്സ് വോളിയം? നമുക്കറിയാം 2/3 πr³ ഉണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് എല്ലാവരും പോയി എന്തെഴുതും? നമുക്ക് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഉണ്ടായിട്ട് അത് പോയി എഴുതാൻ സാധ്യതയുണ്ട്. ഇവിടെ 6 നമുക്ക് എങ്ങനെ എഴുതാം? d/2 ആയിട്ട് എഴുതാം അല്ലെ. സോ നമുക്ക് എന്ത് വരും? നമുക്ക് 2/3 ഇൻറ്റു d/2 ടു 8 വരും. 8 3 24 വരും. 24ന്റെ പകുതി എന്ത് വരും? π/12 d³. ഓപ്ഷൻ ബി വരും ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1 + tan square θ എന്താണ്? ട്രിഗ്നോമെട്രിക്കൽ റിലേഷൻ ആണ്. ഓപ്ഷൻ എ sec square θ. 87 the bond formed by sharing of electrons between atom rather than transfer of electron. അത് നമ്മുടെ കെമിക്കൽ ബോണ്ടിങ്ങിൽ നമുക്ക് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് ബോണ്ട് ഫോം ചെയ്യാം. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിനെ എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്തും കൊടുക്കാൻ പറ്റും. അപ്പൊ ഷെയർ ചെയ്തെടുക്കുന്നതിന് നമ്മൾ എന്ത് പറയും? കോവാലന്റ് ബോണ്ട് എന്ന് പറയും. ദെൻ 88 മാസ് പെർ യൂണിറ്റ് വോളിയം. മാസ് പെർ വോളിയം എന്താണ്? ഡെൻസിറ്റി. ഓപ്ഷൻ എ. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് വെയിറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ടു യൂണിറ്റ് വെയിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടർ. അപ്പൊ അതിന് യൂണിറ്റ് ഇല്ല, ബിക്കോസ് എക്സ്പ്രസ് ഇൻ എ നമ്പർ. ദെൻ an iron ball of 2 kg is dropped from a height of 10 meter. What will be the velocity when it reaches the ground level if acceleration due to gravity is 9.8? വെലോസിറ്റി നമ്മൾ ഫ്രീ ഫോളിൽ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? √2g × h ആണ്. ഇവിടെ മാസ് ഒക്കെ തന്നിരിക്കുന്നത് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് √2 × 10 × ഹൈറ്റ് എത്താണ്? 10. സോ 200, ദാറ്റ് ഇസ് 10√2 എന്ന് വരും. ദാറ്റ് ഇസ് 14 m/s വരും. 90 ഓപ്ഷൻ സി. ഏകദേശം 14.14 എന്ന് വരും. 14 m/s ആണ്. ഞാനിവിടെ g 9.8 പകരം 10 ഇട്ട് കൊടുത്തു. h 10 തന്നെയാണ്. അപ്പോൾ √200 വരും. അപ്പോൾ √200 എന്ന് പറഞ്ഞാൽ 100 × 2 എന്ന് എഴുതാം. അപ്പോൾ റൂട്ടിനകത്ത് 10√2 എന്ന് വരും. ദാറ്റ് ഇസ് ഓപ്ഷൻ സി 14 m/s. Then the quantity of heat required to raise the temperature of a substance by 1 degree Celsius is called. നമുക്ക് ഒരു സബ്സ്റ്റൻസിന്റെ ഹീറ്റ് 1 degree സെൽഷ്യസിൽ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ സി സ്പെസിഫിക് ഹീറ്റിന്റെ ഡെഫിനേഷൻ ആണ്. ദെൻ നട്ട് ക്രാക്കർ ഇസ് ആൻ എക്സാമ്പിൾ. നട്ട് ക്രാക്കർ എന്തിന്റെ എക്സാമ്പിൾ ആണ്? സെക്കൻഡ് ഓർഡർ ലീവറിന്റെ എക്സാമ്പിൾ ആണ്. റോക്സ് ഫോം ഡ്യൂ ടു ദ പോറിംഗ് ഓഫ് മാഗ്മ അറ്റ് ദ എർത്ത് സർഫസിൽ എന്ത് പറയും? വോൾക്കാനിക് റോക്ക് എന്ന് പറയും. The perfect binding of alumina and sand is happened during that process of brick manufacturing. Brick manufacturing ഏത് പ്രോസസ്സിലാണ് അലൂമിനയും സാൻഡും കൂടി പെർഫെക്റ്റ് മിക്സിംഗ് നടക്കുക? ബേണിംഗ് സമയത്താണ്. ഓക്കെ, ദെൻ കാര്യം അലൂമിന ഒക്കെ നമുക്ക് ഫ്യൂസ് ചെയ്യണമെങ്കിൽ ഒത്തിരി ടെമ്പറേച്ചർ വേണം. സോ ബേണിംഗിലാണ് അത് നടക്കുക. ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ സ്ലേക്കിംഗ് ഓഫ് ക്വിക്ക് ലൈം. നമ്മുടെ കാൽസ്യം ഓക്സൈഡ് വാട്ടറുമായിട്ട് ചേർന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? ഇറ്റ് ഇസ് കോൾഡ് ആസ് ഹൈഡ്രേറ്റഡ് ലൈം. കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ വിളിക്കുന്ന പേരാണ്. The defect in temper which is due to the over maturity or by pure ventilation during storage. സ്റ്റോറേജിന്റെ സമയത്ത് പ്യുവർ വെന്റിലേഷൻ അല്ലെങ്കിൽ ഓവർ മെച്യൂരിറ്റി വഴിയുള്ള ഡിഫക്റ്റിനെ നമ്മൾ ഫോക്സിനെസ് എന്ന് പറയും. Okay, then 97. The most suitable cement used in concrete works of underwater or running water concrete. Underwater അല്ലെങ്കിൽ running water concrete quick setting cement ആണ്. The arrangement of taking one road or over or under other by means of a bridge. 2 റോഡുകൾ ഒന്നെങ്കിൽ അതിന്റെ മുകളിൽ കൂടെ അല്ലെ താഴെ കൂടെ അണ്ടർ ബ്രിഡ്ജോ ഓവർ ബ്രിഡ്ജോ ആയിട്ട് കൊടുക്കുന്നത് എപ്പോഴാണ്? ഗ്രേഡ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ ആണ്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ 2 കൂടുതൽ റോഡ് മീറ്റ് ചെയ്യുന്നു, അത് ഒരേ ലെവലിൽ മീറ്റ് ചെയ്ത് അതിന് അപ്ഗ്രേഡ് ഇന്റർസെക്ഷൻ എന്നും, 2 ലെവൽ ആണെങ്കിൽ നമ്മൾ അതിനെ ഗ്രേഡ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ എന്ന് പറയും. ഗ്രേഡ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ വരുമ്പോൾ നമുക്ക് അണ്ടർ പാസോ അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജോ ഒക്കെ കൊടുക്കേണ്ടി വരും. ക്ലോവർ ഇന്റർചേഞ്ച്, ഇന്റർചേഞ്ചസ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഏരിയ ഇൻ വിച്ച് ക്രോപ്പ് ഇസ് ഗ്രോൺ അറ്റ് എ പർട്ടിക്കുലർ ടൈം ഓർ ക്രോപ്പ് സീസൺ. നമുക്ക് കമാൻഡ് ഏരിയ ആയിരിക്കും അല്ലെ. അപ്പം കൾച്ചറബിൾ പറയാൻ പറ്റത്തില്ല. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോപ്പ് വളരുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും? കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ. ദെൻ ഇൻഡിവിജ്വൽ വാൾ മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റ് ഷോർട്ട് വാൾ ലെങ്ത് ഇസ് ഇൻ ടു ഇൻ. നമുക്കറിയാം ഷോർട്ട് വാൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് വാൾ മെഷർമെന്റ് നമ്മൾ എടുക്കുന്നത് ഇൻ ടു ഇൻ ആണ്. ഓക്കെ, സോ ഇറ്റ് ഇസ് കാൽക്കുലേറ്റഡ് ബൈ ദ ഫോർമുല. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും?
ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇൻ ടു ഇൻ മെഷർമെന്റ് ആണ് വേണ്ടത്. അപ്പോൾ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു അഡീഷണലി ഹാഫ് തിക്നെസ് അല്ലെങ്കിൽ ഒരു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, എക്സ്ട്രാ വരും. അത് കുറച്ച് കൊടുക്കണം. അതായത് സെന്റർ ടു സെന്റർ എടുത്താൽ ഇത്രയും ഡിസ്റ്റൻസ് വരും. ഇതിലൊരു പകുതി ബ്രെഡ്ത്ത്, ഇവിടെ ഒരു പകുതി ബ്രെഡ്ത്ത്, അതായത് പകുതിയും പകുതിയും കൂടി ചേർന്ന ഒരു ബ്രെഡ്ത്ത് അഡീഷണൽ ആണ്. അത് സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കണം. സോ സെന്റർ ടു സെന്റർ ലെങ്ത് ബൈ -1 ബ്രെഡ്ത്ത് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഐറ്റം. ഇതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ ഡി വരിക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ 100 ക്വസ്റ്റ്യൻസിൽ മിക്കതും നോക്കി എഴുതാൻ പറ്റുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ചെയ്ത് നോക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ KSEB സബ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കും അപ്ലൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലൈ ചെയ്തു. സോ അപ്ലൈ ചെയ്തിട്ട് ഇനി അത് എങ്ങനെ പഠിക്കണം എന്ന് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നമ്മുടെ എൻട്രിയുടെ ഗോൾഡ് ബാച്ചസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് ബാച്ച് ഇസ് ഗോയിങ് ടു കമൻസ് ഓൺ ദിസ് മൺഡേ. അപ്പോൾ ഈ മൺഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ മൺഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളോട് ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ആസ് പെർ സിലബസ് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. മാത്രമല്ല നമുക്ക് ഗോൾഡ് ബാച്ച് എന്ന് പറയുമ്പോൾ യുൽ ബി ഗിവൺ എ പേഴ്സണൽ മെന്റർ ഉണ്ടാവും. അപ്പം എൻ്റെ മെന്റർഷിപ്പിൽ എൻ്റെ കീഴിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ദാറ്റ് ഇസ് നമുക്ക് എല്ലാ സ്റ്റേജിലും നിങ്ങൾക്ക് അൺടിൽ ദ ലാസ്റ്റ് എക്സാമിന്റെ മൊമെന്റ് വരെ നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നമ്മളോട് ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്തു പോയ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ 100 ക്വസ്റ്റ്യൻസ് പറ്റുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് എനിക്കറിയാം നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ അല്ല വേണ്ടത്, യു നീഡ് ദ ഫൈനൽ ആൻസർ അല്ലേ. നിങ്ങൾക്ക് മാർക്സ് കാൽക്കുലേറ്റ് ചെയ്ത് എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് ഇവാലുവേറ്റ് ചെയ്യാണ് ഏറ്റവും ആദ്യം വേണ്ടത്. സോ ഈ എക്സാം കഴിഞ്ഞ ആസ് സൂൺ ആസ് നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും പോളൊക്കെ വരുന്നിടത്ത് നിങ്ങൾ നിങ്ങളുടെ മാർക്സ് പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരമുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ കട്ട് ഓഫ് എത്ര വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം കൺഫർമേഷൻ കിട്ടുകയും ചെയ്യും. സോ നേരത്തെ പറഞ്ഞ പോലെ നമ്മളോട് ചേർന്ന് എൻറോൾ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് അസ്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. സോ ഏകദേശം എക്സാം എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഒത്തിരി കടികട്ടി ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സർവേയിങ് പഠിച്ചവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. സോ ഇനി ബിടെക്കുകാരാണെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് 26 നമുക്ക് വരുന്ന വാട്ടർ അതോറിറ്റി എക്സാം ആണ്. സോ ഇന്ന് തന്നെ നമുക്ക് ഈവനിങ് 4 മണിക്കൊരു സെഷൻ ഉണ്ട്. സിവിൽ, മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ ഫാക്കൾട്ടീസ് നിങ്ങളോട് ചേർന്നിരുന്ന് നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ചുള്ള ക്വയറീസ് അവിടെ ക്ലിയർ ചെയ്ത് തരികയാണ്. സോ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലൈവിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നോട്ടിഫൈഡ് ആവാം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 4 o'clock ലൈവിന് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് നിങ്ങൾക്ക് ഇനി വരുന്ന ഈ ഒരു എക്സാമിന് നേരിടാവുന്ന ക്വയറീസിനെ കുറിച്ചിട്ട്, അതായത് എങ്ങനെയായിരിക്കും സിവിലിന്റെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും മെക്കാനിക്കൽ, എങ്ങനെയാണ് കെമിക്കൽ, ഇനിയുള്ള ഡേയ്സിൽ എന്തൊക്കെ പഠിക്കേണ്ടി വരും, അങ്ങനെ ഫ്രീക്വന്റ്ലി കുറെ ക്വയറീസ് നമുക്ക് വന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.